day in my life, guys. അപ്പോൾ ഫസ്റ്റിനെ നമുക്ക് മുടിയൊക്കെ ഒന്ന് കോംബ് ചെയ്ത് വൃത്തിയാക്കി നീറ്റാക്കി എടുക്കണം ഗൈസ്. എൻ്റെ മുടി ഇതുപോലെയാണ് നോർമലി ഉണ്ടാവാറുള്ളത്. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ കോംബ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ മുടി ഈ കാണുന്ന കിളിക്കൂട് പോലെ തന്നെയായിരുന്നു ഗൈസ് എപ്പോഴും ഉണ്ടാവാറ്. അങ്ങനെ എനിക്ക് ക്ലിപ്പ് കുത്താണ്ട് പിന്നെ മീശ ഈ ഒരു കോലത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ക്ലിപ്പിൻ്റെ പാത്രം എടുക്കാൻ ഒരു അരമണിക്കൂർ വേണ്ടി വരും. അപ്പോൾ ആ ക്ലിപ്പിൻ്റെ പാത്രം കണ്ടുപിടിച്ചിട്ട് ഇന്ന് കുറച്ച് ക്ലിപ്പ് എടുക്കണം. കുറച്ചല്ല, ഒരു ക്ലിപ്പ് ജസ്റ്റ് പിൻ ചെയ്ത് വയ്ക്കാനാണ് ഹെയറിൽ. കുറച്ച് വൃത്തിയായിട്ട് കിടന്നോട്ടെ, ഈ വീഡിയോ എടുക്കുന്നവരെങ്കിലും കുറച്ച് വൃത്തിയായിട്ട് കിടന്നോട്ടെ ജസ്റ്റാണ് ഞാൻ ഈ ക്ലിപ്പൊക്കെ ഇപ്പോൾ ഒന്ന് കുത്തി വയ്ക്കുന്നത്. എപ്പോഴല്ലേ നിങ്ങൾക്ക് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടെ വൃത്തിയാക്കി ബ്യൂട്ടിഫുള്ളാക്കി ക്യൂട്ടാക്കി നമ്മൾ കെട്ടുന്നത് ഇപ്രാവശ്യം. അപ്പം അങ്ങനെയൊക്കെ കെട്ടി ഫ്രണ്ടിൽ ലാസ്റ്റ് കുറച്ച് മുടിയൊക്കെ ഇടുന്നുണ്ട്. എനിക്ക് നല്ല ബേബി ഹെയർസ് ഉണ്ട്. കുറച്ച് ഞാൻ വെട്ടിയിട്ടു കേട്ടോ. പിന്നെ വെട്ടിയിട്ടിട്ട് ഞാൻ കുടുങ്ങി. പിന്നെ അല്ലാതെ തന്നെ എനിക്ക് കുറേ ബേബി ഹെയർസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ ഫ്രണ്ടിലോട്ട് ഇടുന്നുണ്ട്. പിന്നെ പിച്ച് അതിൻ്റെ ഫേവറേറ്റ് സ്റ്റൈലാണ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഏറെക്കുറെ ടൈമിലും ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ മുടിയുടെ ഫൈനൽ ലുക്ക്. അങ്ങനെ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ എൻ്റെ കാലുമൊക്കെ എന്തോ ചാടിയത് ഗൈസ്. അയ്യോ പറഞ്ഞത് നമുക്ക് കിച്ചണിൽ എന്തോ പോയി നോക്കാം ഗൈസ്. എന്തോ റെഡ് കളർ കിടന്ന് മുരിയുന്നുണ്ടായില്ല. അപ്പം ഞാൻ എന്താ ചോദിച്ചു നോക്കിയപ്പം പറഞ്ഞു മന്തി ഉണ്ടാക്കുന്നത്. അപ്പം മന്തിന് ചിക്കൻ എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഹോബി ആണ് ഗൈസ്. നല്ല വൃത്തിയിൽ കിടക്കുന്ന സാധനം നശിപ്പിക്കാൻ നല്ലതാണ് എൻ്റെ ഒരു ഹോബി. നമ്മൾ ഒരു സ്ലേറ്റ് ഉണ്ടല്ലോ, ഈ ഒരു സ്ലേറ്റ് നമ്മുടെ വൃത്തിക്ക് ഇതുപോലെ കിടക്കുന്നത് അതെടുത്തിട്ട് കൊത്തി വരും. അതാണ് എൻ്റെ ഇങ്ങനെ ഇതിലൊക്കെ വൃത്തിയിൽ കിടക്കുന്ന എൻ്റെ മെയിൻ ഹോബിയാണ്. കുത്തി വരണം നശിപ്പിക്കാൻ. എല്ലാവരും നശിപ്പിക്കുന്ന പറയുമ്പോൾ ഇതുപോലെ വെറുതെ കുത്തി വരട്ടോ, അല്ലാതെ കഴിച്ചളയോട്ടെ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ കുത്തി വരയ്ക്കാം. നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാൻ ഒരു ചെറിയ കൂടിയാണ് ഞാൻ വ്യൂ കാണിച്ചത് ഗ്യാസ്. നല്ല മനസ്സല്ലേ എൻ്റെ ആ ഈ ഒരു വ്യൂ ഇപ്പോൾ കാണിച്ചു തരാം. കുറച്ച് സിറ്റൗട്ടിൽ മാത്രം കുറേ ചെടികളുണ്ട് പുറത്ത്. അങ്ങനെയൊക്കെ ഓരോ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് ഞാൻ അധികം പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. നമ്മളെ വീട്ടിലൊരു പുതിയ സാധനം 24 മണിക്കൂർ മേ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാധനമുണ്ട് എൻ്റെ വീട്ടിൽ. ഞാൻ കാണിച്ചിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ 24 മണിക്കൂർ മേ എന്ന് പറഞ്ഞ് നടക്കുന്ന സാധനം ഗൈസ്. ഭയങ്കര പാവാണ്. നമ്മൾ ഒരാൾ മുമ്പോട്ട് പോയി നമ്മുടെ പുറകെ തന്നെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നാലെ തന്നെ നമ്മളെ പുറകെ ഉണ്ടാകും ഗൈസ്. അത് വട്ടം ചുറ്റി അങ്ങനെ ഞാൻ കുറച്ച് പുല്ലൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അതൊക്കെ കഴിച്ചു. പുതിയ കൂടാണ് ഗൈസ് ഇത്. പക്ഷേ ആളവിടെ ഒച്ചൊന്നും ഉണ്ടാക്കാത്ത പാവായിട്ട് അവിടെ പാവൊക്കെ പോയി കൊടുത്തത്. അങ്ങനെ என் பக்கம் போனவளை தேடமெல்ல மூச்சு தள்ள என் தலைக்கும் ஏறவில்லை, பேர கேட்க தூணவில்லை. எனக்கும் தீர என்ன தூண்ட நெஞ்சம் தூக்கத்துல உசிரிப்பு மாறவில்லை. நாட பார்த்து மேடம் கொள்ள என் பக்கம் போனவன தேடமெல்ல மூச்சு தள்ள என் தலைக்கும் ஏறவில்லை, பேர கேட்க தூணவில்லை. திட்டமா
ഇറ്റ്സ് ടൈം ഫോർ ലഞ്ച്. അപ്പോൾ നമ്മൾ ലഞ്ചിന് മന്തിയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ കഴിക്കാൻ വേണ്ടി ഞാൻ തുടങ്ങിയിട്ടില്ല. അവൾ ഓരോന്ന് പറയുന്നുണ്ട്. ഇതാണ് ഐഷു കഴിക്കുന്നത്. ഐഷുവിൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് പുഡിങ് ഉണ്ടായിരുന്നു. പുഡിങ് ആക്കി കഴിച്ചു. നമ്മൾ നിലമ്പൂരിൽ പോവുകയാണ് ഗൈസ്. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ നിലമ്പൂരിൽ എത്തിയിട്ടുണ്ട്. ഒരു ബാങ്കിന്റെ അവിടെ നമ്മൾ അങ്ങനെ ഇത് ഈവനിങ് ടൈം ആയിട്ടുണ്ട്. അതായത് വൈകുന്നേരം. വൈകുന്നേരത്തെ ചായക്ക് നമ്മൾ കുടിക്കുന്നത് എൻ്റെ ചിപ്പ് തപ്പി രാവിലെ ടൈമിലാണ്. ഞാൻ പഠിക്കാൻ നിർത്തിയതാണ്. അങ്ങനെ കുറച്ച് മാത്സൊക്കെ നമ്മൾ വായിച്ച് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഡിന്നറൊക്കെ കഴിക്കാനുള്ള സമയമായി. പെട്ടെന്ന് പഠിച്ച് തീർത്തു. എത്ര പഠിച്ചാലും മാസത്തിന് മാത്സ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ 3 ദിവസം എക്സാമിൻ്റെ മുമ്പേ 3-4 ദിവസം എക്സാമിന് മുമ്പ് ഞാൻ മാത്സ് കഴിഞ്ഞ് പഠിക്കുന്നത്. കഴിഞ്ഞ എക്സാമിന് നല്ല മാർക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇരുന്ന് പഠിക്കുന്നത്. അന്ന് എക്സാമിൻ്റെ തലേന്നാണ് ഞാൻ മാത്സ് ബുക്ക് തൊട്ട് നോക്കിയത്. എനിക്ക് നല്ല മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് പഠിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിക്കുന്ന സമയത്ത് ക്ലിപ്പ് എടുത്തിട്ടില്ല, അത്ര എടുത്തിട്ടുള്ളൂ. And finally it's time to sleep and like, share and subscribe. Bye bye.